അമേരിക്കൻ ചതിയുടെ ഭാരം പേറി വർഷങ്ങളോളം നീണ്ടുനിന്ന രാജവാഴ്ച അതാണ് ജപ്പാനിലേത്. ഏകദേശം 40 വർഷത്തോളം അവരൊരു ആൺതരിക്കായി കാത്തിരിക്കുകയായിരുന്നു. അമേരിക്കയുടെ കുതുകാൽ വെട്ടിന് അവർ അനുഭവിച്ചത് ചില്ലറയൊന്നുമല്ല. ഇപ്പോഴും പ്രതീക്ഷ മാത്രമാണ്. നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷ. പറഞ്ഞു വരുന്നത് ജപ്പാൻ രാജവംശത്തെക്കുറിച്ചാണ്. നീണ്ട 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ആൺതരി അവരുടെ രാജസിംഹാസനത്തിലേക്ക് ഇരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ചതിയുടെയും വഞ്ചനയുടെയും ചോര വാർന്നൊഴുകുന്ന കഥയാണ്. നമുക്ക് നോക്കാം ജപ്പാൻ രാജകുടുംബത്തിന്റെ ആ വേദനിപ്പിക്കുന്ന കഥ. അതിനായി 2500-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജപ്പാനിലെ യമാട്ടോ രാജവംശത്തെക്കുറിച്ചും രാജകീയ നിയമങ്ങളെക്കുറിച്ചും പ്രത്യേകമായും അകിഹിതോ ചക്രവർത്തിയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. സൂര്യദേവതയായ അമതരാസൂവിൽ നിന്നാണ് യമാട്ടോ വംശം ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു. ഭരണഘടനാ വിധേയമായ രാജാധിപത്യമാണ് ജപ്പാൻ പിന്തുടർന്നു വരുന്നത്. ചക്രവർത്തിമാരെ മുൻകാലങ്ങളിൽ ജനങ്ങൾ കണ്ടിരുന്നത് ദൈവത്തിന്റെ അവതാരങ്ങളായിട്ടാണ്. ജാപ്പനീസ് ചക്രവർത്തിമാരിൽ സംഭവബഹുലമായ ഭരണ കാലഘട്ടമുള്ള ചക്രവർത്തിയാണ് അകിഹിതോയുടേത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ, അതായത് 1939 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ ജപ്പാന്റെ അധിപനായിരുന്ന ഹിരാഹിതോ ചക്രവർത്തിയുടെ മകനാണ് അകിഹിതോ ചക്രവർത്തി. 1989 അദ്ദേഹം ചക്രവർത്തി ആയത് പിതാവിന്റെ മരണത്തെ തുടർന്നായിരുന്നു. യുദ്ധക്കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ട ആളായിരുന്നു ഹിരാഹിതോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം ജർമ്മനിയുമായും ഇറ്റലിയുമായും കൂട്ടുകൂടി. അമേരിക്കയിലെ പോൾ ഹാർബറിൽ ജപ്പാൻ മിന്നലാക്രമണം നടത്തി. ഒടുവിൽ ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി നഗരങ്ങൾ അമേരിക്കയുടെ ആണവ ബോംബാക്രമണത്തിന്റെ മുമ്പിൽ ഇരയാവുകയും ചെയ്തു. ഭരണഘടനയനുസരിച്ച് ജാപ്പനീസ് ചക്രവർത്തിക്ക് ഭരണനിർവഹണ അധികാരമില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കാണ് അധികാരമുള്ളത്. എങ്കിലും യുദ്ധത്തിന്റെ ഉത്തരവാദിയായി ഹിരാഹിതോയും മുദ്രകുത്തപ്പെട്ടു. യുദ്ധക്കുറ്റവാളി എന്ന നിലയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യണമെന്ന മുറവിളിയും ഉയരുകയുണ്ടായി. പക്ഷേ പ്രധാനമന്ത്രി ഹിദേക്കി ടൊജോയെ പോലെയുള്ളവർ മാത്രമാണ് പ്രതിക്കൂട്ടിലായത്. മിക്കവരും വധശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്തു. അമേരിക്ക എഴുതിയുണ്ടാക്കിയ യുദ്ധാനന്തര ജാപ്പനീസ് ഭരണഘടനയനുസരിച്ച് ചക്രവർത്തിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അധികാരങ്ങളിൽ പലതും നഷ്ടപ്പെട്ടു. ദേശീയ പ്രാധാന്യമുള്ള പൊതു ചടങ്ങുകളിൽ സംബന്ധിക്കുകയും വിദേശ രാഷ്ട്രതലവന്മാരെ സ്വീകരിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള റോഡുകൾ മാത്രം അവശേഷിപ്പിച്ചു. അവിടേക്കാണ് ഹിരാഹിതോയുടെ മകനായ അകിഹിതോ ചക്രവർത്തിയുടെ കടന്നുവരവ്. 1989 പദവി ഏറ്റെടുത്ത അദ്ദേഹം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. ജനങ്ങളുടെ അത്യഗാധമായ പ്രീതിക്കും ആദരവിനും അദ്ദേഹം പാത്രമായി. ചക്രവർത്തിയെ പ്രജകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന രാജകീയ കീഴ്വഴക്കങ്ങൾ അദ്ദേഹം മറികടന്നു. 2011 ഭൂകമ്പവും സുനാമിയും കൂടി 2011 ജപ്പാനെ പിച്ച് ചീന്തിയപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ചക്രവർത്തിക്കും പത്നി മിച്ചിഗോയും അഭയാർത്ഥി ക്യാമ്പിൽ നേരിട്ടെത്തി. ദുരിതബാധിതരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന രാജദമ്പതികൾ അവരുടെ സങ്കടങ്ങൾ അനുതാപപൂർവ്വം കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 26 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ജാപ്പനീസ് രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു സംഭവം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചൈനയിലും കൊറിയയിലും മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിലും ജപ്പാൻ സൈന്യം അഴിച്ചുവിട്ട ആക്രമണങ്ങൾ സമാനതകൾ ഇല്ലാത്തതായിരുന്നു. അത് കാരണം അതികഠിനമായ ജാപ്പനീസ് വിരോധമാണ് ആ രാജ്യങ്ങളിൽ നടമാടിയിരുന്നത്. അതിന് മാറ്റമുണ്ടായത് അവിടങ്ങളിൽ അകിഹിതോ നടത്തിയ സന്ദർശനങ്ങൾക്കും പരസ്യമായ ഖേദപ്രകടനത്തിനും ശേഷമാണ്. അനാരോഗ്യവും വാർദ്ധക്യവും മൂലം സ്ഥാനമൊഴിഞ്ഞ അകിഹിതോയ്ക്ക് പകരമായി പിന്നീട് സ്ഥാനമേൽക്കേണ്ടി വന്നത് മരുമകനായിരുന്ന നരുഹിതോയ്ക്കാണ്. അകിഹിതോയുടെ രണ്ടാമത്തെ മകനും നരുഹിതോയുടെ അനുജനുമായ അകിഷിനോ രാജകുമാരനും ശേഷം പുതിയ കാലത്തിലെ ചക്രവർത്തി പദം ഇനി നരുഹിതോയുടെ അനന്തരവനും അകിഷിനോയുടെയും കിരീടാവകാശി കിക്കോയുടെയും മകനായ ഹിസാഹിതോ രാജകുമാരന് അവകാശപ്പെട്ടതാണ്. ഹിസാഹിതോ രാജകുമാരന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 18 പൂർത്തിയായത്. 4 പതിറ്റാണ്ടിന് ശേഷം പ്രായപൂർത്തിയായ ആദ്യത്തെ പുരുഷ രാജകുടുംബാംഗമായി മാറിയിരിക്കുകയാണ് ഹിസാഹിതോ രാജകുമാരൻ. നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന കീഴ്വഴക്കമനുസരിച്ച് പുരുഷ സന്താനത്തിന് മാത്രമാണ് കിരീടാവകാശം. ഒരു സഹസ്രാബ്ദത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന കുടുംബത്തിന് ഇതൊരു പ്രധാന നാഴികക്കല്ലാണ്. സ്വമേധയാ സ്ഥാനമൊഴിയാൻ രാജകീയ നിയമം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ജപ്പാനിലെ ചക്രവർത്തിമാരുടെ കാലാവധി മരണം വരെയാണ്. അതിവേഗം വാർദ്ധക്യം പ്രാപിക്കുന്നതും രാജവംശത്തിലെ ആൺസന്തതികളുടെ കുറവുമാണ് രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. പ്രായപൂർത്തിയായപ്പോൾ ഇമ്പീരിയൽ കുടുംബത്തിൽ ചേർന്ന ഹിസാഹിതോ ഔദ്യോഗിക പദവിയുടെ ഭാരം വഹിച്ചുകൊണ്ട് തന്നെ ജീവിതാനുഭവങ്ങളുടെയും കൂടുതൽ അറിവ് നേടാനും വളരാനുമുള്ള ശ്രമത്തിലാണുള്ളത്. ടോക്കിയോ ഒത്സുഗയിലെ നിയർ ഹൈസ്കൂളിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസ് ഹിസാഹിതോ. കിരീടാവകാശിയായി വാഴിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ചടങ്ങ് ഈ വർഷമാണ് നടക്കുക. നിലവിൽ 4 പുരുഷന്മാർ മാത്രമുള്ള 17 അംഗ മുതിർന്ന സാമ്രാജ്യ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ് ഹിസാഹിതോ. 1947 ഇമ്പീരിയൽ ഹൗസ് നിയമം പുരുഷന്മാരെ മാത്രമേ സിംഹാസനത്തിൽ കയറാനായി അനുവദിക്കൂ. സാധാരണക്കാരെ വിവാഹം കഴിക്കുന്ന രാജകീയ അംഗങ്ങൾ അവരുടെ രാജകീയ സ്ഥാനം ഉപേക്ഷിക്കാൻ നിർബന്ധിതമാകുന്നു. ഹിസാഹിതോ, കിരീടാവകാശി അകിഷിനോ എന്നിവരെ മാറ്റി നിർത്തിയാൽ ചക്രവർത്തിയുടെ 88 വയസ്സുള്ള കുട്ടികളില്ലാത്ത അമ്മാവനായ ഹിറ്റാച്ചി രാജകുമാരനാണ് സിംഹാസനത്തിന്റെ മറ്റൊരു പിൻഗാമി.
സ്ത്രീകൾക്ക് സിംഹാസനം നിഷേധിക്കുന്ന വ്യവസ്ഥിതിയുള്ള ജാപ്പനീസ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ് അവസാന അവകാശി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പദവി. ഇവിടെയാണ് നമ്മൾ ലോകത്തെ ഏറ്റവും പുരാതനമായ ആ രാജകുടുംബത്തെ അറിഞ്ഞിരിക്കേണ്ടത്. അതെ, ലോകത്തിലെ ഏറ്റവും പുരാതനമായ രാജകുടുംബങ്ങളിലൊന്നാണ് ജപ്പാനിലേത്. കൃത്യമായി പറഞ്ഞാൽ 2600 വർഷം പാരമ്പര്യമുള്ള രാജകുടുംബത്തിൽ അവസാന സ്ഥാനത്യാഗം നടന്നത് 200-ലേറെ വർഷം മുമ്പാണ്. ദൈവാധികാരമുള്ള രാജവംശ പരമ്പരയിലെ 125ാമത്തെ ചക്രവർത്തിയാണ് അകിഹിതോ. 1868 ജനുവരി 3-ന് മെയ്ജി പുനഃസ്ഥാപനം മുതൽ 1947 മെയ് 3-ന് ജപ്പാൻ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതുവരെ നിലനിന്നിരുന്ന ജാപ്പനീസ് രാഷ്ട്രമാണ് ജപ്പാനീസ് സാമ്രാജ്യം. ജപ്പാനീസ് സാമ്രാജ്യം അല്ലെങ്കിൽ ഇംപീരിയൽ ജപ്പാൻ എന്നും അറിയപ്പെടുന്നു. 1910 മുതൽ 1945 വരെ ജാപ്പനീസ് ദ്വീപ സമൂഹം കുറിലുകൾ, കരാഫുട്ടോ, കൊറിയ, തായ്വാൻ എന്നിവ ഉൾപ്പെടുന്നു. ക്വാൻഡുങ് പാട്ടത്തിനെടുത്ത പ്രദേശം പോലുള്ള ഇളവുകൾ സാമ്രാജ്യത്തിന്റെ ഭാഗമല്ല, മറിച്ച് ആശ്രിത പ്രദേശങ്ങളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ബാക്കിയുള്ള അച്ചുതണ്ടിനൊപ്പം ജപ്പാൻ പരാജയപ്പെട്ടതോടെ സഖ്യകക്ഷികളുടെ പോട്സ്ഡാം പ്രഖ്യാപനത്തിന് അനുസൃതമായി 1945 സെപ്റ്റംബർ 2-ന് കീഴടങ്ങലിന്റെ ഔപചാരികമായി ജാപ്പനീസ് ഉപകരണം പുറത്തിറക്കി. പിന്നീട് സാമ്രാജ്യത്തിന്റെ പ്രദേശം ചുരുങ്ങുകയാണുണ്ടായത്. ആധുനിക ജപ്പാനോട് സാമ്യമുള്ള ജാപ്പനീസ് ദ്വീപ സമൂഹം ബോഷിൻ യുദ്ധത്തെയും ഷോഗണിൽ നിന്ന് ചക്രവർത്തിക്ക് അധികാരം പുനഃസ്ഥാപിച്ചതിനെയും തുടർന്നുണ്ടായ ഫുക്കോഹു, ക്വോഹെയ്, ഷോക്കുസാൻ, ക്വാഗോ എന്നീ മുദ്രാവാക്യങ്ങൾക്ക് കീഴിൽ ജപ്പാൻ വലിയ തോതിലുള്ള വ്യാവസായികവൽക്കരണത്തിനും സൈനികവൽക്കരണത്തിനും വിധേയമായി. പലപ്പോഴും ഏറ്റവും വേഗതയേറിയതായി കണക്കാക്കപ്പെടുന്നുമുണ്ട്. ഇന്ന് വരെയുള്ള ഏതൊരു രാജ്യത്തിനെയും ആധുനികവൽക്കരണം ഒന്നാം ചൈന ജാപ്പാനീസ് യുദ്ധം, ബോക്സർ കലാപം, റുസോ ജാപ്പനീസ് യുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം എന്നിവയ്ക്ക് ശേഷം ജപ്പാന്റെ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുന്നതിന് ഈ വശങ്ങളെല്ലാം കാരണമായി. 1920-കളിലെ മഹാമാന്ദ്യം ഉൾപ്പെടെയുള്ള സാമ്പത്തികവും രാഷ്ട്രീയമായ പ്രക്ഷുബ്ധത സൈനികവാദം, ദേശീയത, സ്റ്റാറ്റിസം, സ്വേച്ഛാധിപത്യം എന്നിവയുടെ ഉയർച്ചയിലേക്ക് നയിച്ചു. ഈ പ്രത്യയശാസ്ത്രപരമായ മാറ്റം ഒടുവിൽ നാസി ജർമ്മനിയുമായും ഫാസിസ്റ്റ് ഇറ്റലിയുമായും അച്ചുതണ്ട് സഖ്യത്തിൽ ചേർന്ന് ജപ്പാനിൽ കലാശിച്ചു. ഏഷ്യ പസഫിക്കിന്റെ ഭാഗം ഈ കാലയളവിൽ ജാപ്പനീസ് സൈന്യം നാൻജിങ് കൂട്ടക്കൊല ഉൾപ്പെടെ നിരവധി ക്രൂരതകൾ ചെയ്തു. എന്നിരുന്നാലും ജപ്പാനിലെ രാഷ്ട്രീയ വ്യവസ്ഥയെ സ്വേച്ഛാധിപത്യമായി നിർവചിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. രണ്ടാം ചൈന ജാപ്പനീസ് യുദ്ധത്തിലും പസഫിക് യുദ്ധത്തിലും സാമ്രാജ്യത്വ ജപ്പാനീസ് സായുധസേന തുടക്കത്തിൽ വലിയ തോതിലുള്ള സൈനിക വിജയങ്ങൾ നേടിയിരുന്നു. എന്നിരുന്നാലും 1942 മുതൽ പ്രത്യേകിച്ചും മിഡ്വേ അറ്റോളിലെയും ഗ്വാഡൽ കനാലിലെയും സഖ്യകക്ഷികളിലെ നിർണായക മുന്നേറ്റങ്ങൾക്ക് ശേഷം ജപ്പാൻ അമേരിക്കയ്ക്കെതിരെ ഒരു പ്രതിരോധ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരായി. അമേരിക്കൻ നേതൃത്വത്തിലുള്ള ദ്വീപ് ഹോപ്പിംഗ് ക്യാമ്പയിൻ തുടർന്നുള്ള 3 വർഷത്തിനുള്ളിൽ ജപ്പാനിലെ ഓഷ്യാനിയൻ ദ്വീപ് സ്വത്തുക്കളിൽ പലതും നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ സൈന്യം ഇവോജിമയും ഒക്കിനാവ ദ്വീപും പിടിച്ചെടുത്തു. ജാപ്പനീസ് മെയിൻലാൻഡ് സുരക്ഷിതമല്ലാത്തതും നാവിക പ്രതിരോധ സേനയില്ലാത്തതെയും അവശേഷിപ്പിച്ചു. 1945 ഓഗസ്റ്റിൽ ജപ്പാനിലെ ഒരു സഖ്യകക്ഷി ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബിങ്ങും സോവിയറ്റ് അധിനിവേശവും ഉപയോഗിച്ച് പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും സോവിയറ്റ് യൂണിയന്റെയും വലിയ മുന്നേറ്റത്തിന് മുന്നിൽ ജപ്പാൻ കീഴടങ്ങലിന് ശേഷം അത് ഉപേക്ഷിച്ചു. മഞ്ചൂരിയയുടെ 1945 സെപ്റ്റംബർ 2-ന് പസഫിക് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. ഇത് ജപ്പാനിലെ സഖ്യകക്ഷികളുടെ അധിനിവേശത്തിന്റെ തുടക്കത്തിലേക്ക് നയിച്ചു. ഈ സമയത്ത് US സൈനിക നേതാവ് ഡഗ്ലസ് മക്കാർതർ രാജ്യം ഭരിച്ചു. 1947-ൽ സഖ്യകക്ഷികളുടെ ശ്രമങ്ങളിലൂടെ ജപ്പാന്റെ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ജാപ്പനീസ് സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിപ്പിച്ച് ആധുനിക ജപ്പാൻ അവിടെ രൂപീകരിച്ചു. ഈ സമയത്ത് സാമ്രാജ്യത്തെ ജാപ്പാനീസ് സായുധ സേന പിരിച്ചുവിട്ടു. പിന്നീട് 1954-ൽ നിലവിൽ ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മാറ്റിസ്ഥാപിച്ചു. സഖ്യകക്ഷികളുടെ അധിനിവേശത്തിൽ കീഴിലുള്ള പുനർനിർമ്മാണം 1952 വരെ തുടർന്നിട്ടുണ്ട്. ആധുനിക ജാപ്പാനീസ് ഭരണഘടനാപരമായ രാജവാഴ്ചയെ ശക്തിപ്പെടുത്തി. മൊത്തത്തിൽ ജപ്പാൻ സാമ്രാജ്യത്തിന് മുന്നിൽ ചക്രവർത്തിമാരുണ്ടായിരുന്നു. മേജി, തായ്ഷോ, ഷാവയുടെ ഭരണകാലത്ത് സാമ്രാജ്യത്വ യുഗം പാതി വഴിയിലാണ് അവസാനിച്ചത്. 1989 വരെ അദ്ദേഹം ചക്രവർത്തിയായി തന്നെ തുടർന്നു. 1947-ലെ രാജകുടുംബ നിയമം യുദ്ധത്തിന് മുമ്പുള്ള യാഥാസ്ഥിതിക മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന നയങ്ങളാണ് മുറുകെ പിടിച്ചത്. കിരീടാവകാശികളായി പുരുഷന്മാരെ മാത്രം പരിഗണിക്കുക, സാധാരണക്കാരെ വിവാഹം കഴിക്കുന്ന രാജകുടുംബത്തിലെ സ്ത്രീകളെ രാജകീയ പദവികളിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ കർശന നിയമങ്ങളാണ് കൊണ്ടുവന്നത്. നരുഹിതോയുടെയും ഭാര്യ മസാക്കോയുടെയും ഏകമകളായ ഐക്കോ രാജകുമാരിയെ മാത്രമാണ് പൊതുജനങ്ങൾ ചക്രവർത്തിനി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്നത്. ഹാർവാർഡിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഐക്കോ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥ കൂടിയാണ്. എന്നാൽ നിലവിലെ നിയമപ്രകാരം മസാക്കോയ്ക്ക് ചക്രവർത്തിനി പദം കിട്ടില്ല. എന്നാൽ പിന്തുടർച്ചാവകാശ പ്രകാരമാണ് ഇവർ അടുത്ത അനന്തരാവകാശിയാവുന്നത്. രാജ്യത്തെ പിന്തുടർച്ച പട്ടിക ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണ്. നരുഹിതോ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സഹോദരൻ അകിഷിനോയാണ് പിന്തുടർച്ചാവകാശി. അകിഷിനോയുടെ മകൻ ഹിസാഹിതോ തൊട്ടടുത്ത അനന്തരാവകാശി എന്നിങ്ങനെയാണ് ജപ്പാനിലെ രാജകുടുംബത്തിന് പിന്തുടർച്ചാവകാശം പോകുന്നത്. ഐക്കോ ജനിച്ചപ്പോൾ ചക്രവർത്തിനി പദം അനുവദിക്കുന്ന ഒരു നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. എന്നാൽ 2006-ൽ ഹിസാഹിതോ പിറന്നതോടെ ഇത് അലമാരയിൽ ഭദ്രമായിട്ട് വെച്ചുപൂട്ടി. ഇപ്പോൾ താൻ രാജാധികാരത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, പഠനം പൂർത്തിയാക്കണമെന്നാണ്
ഹിസാഹിതോ പ്രസ്താവനയിൽ അറിയിച്ചത്. പ്രാണികളിലേറെ തൽപരനായ ഹിസാഹിതോ ഡ്രാഗൺ ഫ്ലൈയെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം രചിച്ചിട്ടുമുണ്ട്. രാജകുടുംബത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവ് പരിഹരിക്കാൻ രാജകുടുംബത്തിലെ വിവാഹിതരാകുന്ന സ്ത്രീകളുടെ കൂടി രാജപദവി സംരക്ഷിക്കണമെന്ന് 2022 സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരുന്നു. പുരുഷാധിപത്യ അധികാരം തുടരാനായി അകന്ന ബന്ധുക്കളെ കൂടി പരിഗണിക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം പുരുഷാധികാര നയം പിന്തുടരുന്നതിനാൽ തന്നെ ഈ നടപടികൾക്കെല്ലാം പരിമിതമായ ഫലങ്ങളെ ഉണ്ടാകൂ എന്നാണ് വിമർശകരുടെ വാദം. ഉത്തരാധുനിക കാലത്ത് മറ്റു പുരുഷന്മാർക്കൊപ്പം ജീവിക്കുന്ന സ്ത്രീകളുടെ കൂടി പിന്തുണയില്ലാതെ രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ പുരുഷാധികാര പിന്തുടർച്ചാവകാശം നിലനിർത്താനാകില്ലെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അമേരിക്കയുടെ ഈ ക്രൂരതയെക്കുറിച്ചും ജപ്പാന്റെ സാമ്രാജ്യത്വ ശക്തിയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.